ഇമ്പോർട്ടഡ് ഇൻഡോനേഷ്യൻ ഫർണിച്ചറാണ് വുഡ് സ്റ്റോറിയുടെ പ്രത്യേകത. ആൻഡ് ഓൾസോ കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് ഒരു വിധി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ് റോയൽറ്റി. വളരെ രാജകീയമായ രീതിയിലുള്ള ഡിസൈൻസും അതുപോലെ തന്നെ തൊട്ട് നോക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വിസിബിളാണ് കേട്ടോ. പഴയ ആ രീതിയിലുള്ള ആ ഒരു ഡ്രസ്സിങ് ടേബിൾ ആയിക്കോട്ടെ, ആ ഒരു കണ്ണാടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രോയർ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും തന്നെ പഴമയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഒരു പുതുമയുടെ ഒരു ക്വാളിറ്റി കുറവും ഒന്നും വരുത്തിയിട്ടില്ല. ഒരുപാട് കഥകൾ പറയാനുള്ളതുപോലെ തന്നെ തോന്നും വുഡ് സ്റ്റോറിയുടെ ഓരോരോ ഫർണിച്ചേഴ്സ് കാണുമ്പോഴും. ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോയൽ, ബ്യൂട്ടിഫുൾ, ഒത്തൻറ്റിക്. എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുക? ഐ ഡോണ്ട് നോ. എല്ലാ വർഷവും നമ്മളുടെ ഇന്തോനേഷ്യൻ ഇമ്പോർട്ടഡ് ഫർണിച്ചറായ വുഡ് സ്റ്റോറിയുടെ സ്റ്റോറി താങ്കൾ തന്നെ പറയാറുണ്ട്. എന്താണ് പുതിയ കഥ? ഇത് ഒരുപാട് വെറൈറ്റീസ് ഇപ്രാവശ്യം നമ്മളെ സ്റ്റോളിൽ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട കുറച്ച് പുതിയ മോഡൽസ് കഥാഭാഗത്തുണ്ട്, പിന്നെ പുതിയ കുറേ ഹാൻഡിക്രാഫ്റ്റ്സ് നമുക്ക്, അതുപോലെ തന്നെ കുറേ പുതിയ സ്റ്റൈലും നമുക്ക് ഇപ്രാവശ്യം ഇപ്പോൾ മഹാരാജ ഗണേശൻ സ്റ്റൈലൊക്കെ ഉള്ള ചെയർസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പഴമയിലേക്ക് ആൾക്കാർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു മോഡേൺ ആ ഒരു ഡിസൈൻസ് കുറവുള്ള മിനിമൽ ഡിസൈൻസ് ഒക്കെ മാറിയിട്ട് പഴയ ആ ഒരു കൊത്തുപണികളിലേക്ക് ആൾക്കാർ തിരിച്ചു പോകുമ്പോഴത്തേക്കും വുഡ് സ്റ്റോറി ഒരു സ്ഥാനം ആ ഒരു കാര്യത്തിൽ കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മൾ അപ്പോൾ ഇനിയും കുറേ വെറൈറ്റികൾ അടുത്ത ആ ഒരു എഡിഷനിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Hindustan International Furniture Fair.